നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മദ്യപിച്ച് റോഡരികിൽ കിടന്ന മധ്യവയസ്കന്റെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിച്ചതായി പരാതി. ഗുരുതരമായി പൊള്ളലേറ്റ തെക്കുംകര സ്വദേശി ശശിധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. CPM വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയതിൽ സന്തോഷമെന്ന് പുള്ളു സ്വദേശി കൊച്ചുവേലായുധൻ. കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസിന്റെ പണിയല്ല, പാർട്ടിയുടെ പണിയാണ് എടുക്കുന്നതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് തലയിടിച്ച് വീണ് അച്ഛൻ മരിച്ചു. എങ്ങണ്ടിയൂർ സ്വദേശി രാമുവാണ് മരിച്ചത്. മകനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി. അരമണിക്കൂറോളം വാഹന ഗതാഗതം സ്തംഭിച്ചു. 4 മാസങ്ങൾക്ക് ശേഷമാണ് കബാലി വീണ്ടും രംഗത്തെത്തുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ KS അനുരാഗ് ചുമതലയേറ്റു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ നിയമനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് അനുരാഗ് ചുമതലയേറ്റത്. അനുരാഗിന് പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ. വാർത്തകളിലേക്ക് വിശദമായി. മദ്യപിച്ച് റോഡരികിൽ കിടന്ന 62-കാരന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ചതായി പരാതി. ഗുരുതരമായി പൊള്ളലേറ്റ തെക്കുംകര സ്വദേശി ശശിധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശശിധരന്റെ 2 കാലുകളിലും പൊള്ളലേറ്റിട്ടുണ്ട്. തിരുവോണ നാളിലാണ് സംഭവം. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനായിട്ടില്ല. വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയ ചാഴൂർ പഞ്ചായത്തിലെ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകും. കൊച്ചുവേലായുധന് വീട്ടിലെത്തിയ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറാണ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം നൽകിയത്. നിവേദനം നൽകാനെത്തിയപ്പോൾ അത് വാങ്ങാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വേലായുധനെ മടക്കി അയച്ചത് വാർത്തയായിരുന്നു. പുള്ള് ചെമ്മാപ്പള്ളി മേഖലയിൽ നടന്ന കലുങ്ക് സംവാദത്തിനിടെയായിരുന്നു സംഭവം. CPM വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയതിൽ സന്തോഷത്തിലാണ് പുള്ള് സ്വദേശി കൊച്ചുവേലായുധൻ. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊച്ചുവേലായുധന്റെ നിവേദനം നിരസിച്ചത് വിവാദമായിരുന്നു. 2 വർഷം മുൻപ് മഴയിലും കാറ്റിലും താമസിച്ചിരുന്ന വീട് തകർന്നു വീണ് കൊച്ചുവേലായുധനടക്കം വീട്ടിലെ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. വീട് പിന്നീട് താമസയോഗ്യമല്ലാത്തതിനാൽ മുൻവശത്തുള്ള കാലിത്തൊഴുത്തിൽ ഇടമൊരുക്കി കുടുംബം താമസം തുടങ്ങുകയായിരുന്നു. എനിക്കിപ്പോൾ എങ്ങനെയും ആരായാലും എനിക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്തു തരണം. അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. എന്നതിൽ ഞാൻ സുഖമില്ലാത്ത ആൾ, ഭാര്യയ്ക്ക് സുഖമില്ല, ഒരു മകള് കല്യാണം കഴിച്ച് ഭർത്താവ് മറ്റൊരുടെയുണ്ട്. ചെറിയൊരു മുറിയിൽ കൊച്ചുവേലായുധനും ഭാര്യയും ഒരു മകളും മകനുമാണ് താമസിക്കുന്നത്. വീടിന് പുറത്താണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ആകെയുള്ള 10 സെന്റ് സ്ഥലത്തിൻ്റെ ആധാരം ആലപ്പാട് സഹകരണ ബാങ്കിൽ പണയത്തിലാണ്. മാസം വലിയൊരു സംഖ്യ അടയ്ക്കണം. അടവ് മുടങ്ങി ജപ്തിയുടെ വക്കിലെത്തിയെങ്കിലും ചിട്ടി വിളിച്ച് പണമടയ്ക്കുകയായിരുന്നു. തുടർന്നാണ് വീടിനു വേണ്ടി കേന്ദ്രമന്ത്രിയെ സമീപിച്ച് നിവേദനം നൽകാൻ ശ്രമിച്ചത്. TCV തൃശൂർ. പുള്ളിൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കി അയച്ച കൊച്ചുവേലായുധനെ സന്ദർശിച്ച് CC മുകുന്ദൻ MLA. കൊച്ചുവേലായുധന്റെ വീടിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് MLA പറഞ്ഞു. കൊച്ചുവേലായുധൻ നിവേദനം MLAക്ക് നൽകി. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര തകർന്ന വേലായുധന്റെ വീട് CC മുകുന്ദൻ MLA സന്ദർശിക്കുകയും 1,20,20,000 രൂപ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ വീടിന്റെ ശോചനീയാവസ്ഥ മൂലമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ കൊച്ചുവേലായുധൻ നിവേദനം നൽകാനെത്തിയത്. എന്നാൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ നിരസിച്ചിരുന്നു. MLAയോടൊപ്പം CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, പഞ്ചായത്ത് അംഗം ഷില്ലി ജിജുമോൻ എന്നിവർ ഉണ്ടായിരുന്നു. നിവേദനം വാങ്ങാതെ ഗൃഹനാഥനെ മടക്കി അയച്ച സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മറ്റൊരു പാർട്ടി അദ്ദേഹത്തിന് വീട് വെച്ച് നൽകാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട്. പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ലെന്നും ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലിയല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി.
SFI KSU സംഘടനത്തിൽ അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെയാണ് കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണികൊണ്ട് തലമൂടിയും കൈവിലങ്ങണിച്ചും കോടതിയിലെത്തിച്ചത്. കോടതി പോലീസ് നടപടിയെ വിമർശിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CIക്ക് വീഴ്ച പറ്റിയെന്ന കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SHOയെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് നടപടിയെടുത്തത്. ജയിലിൽ കഴിയുന്ന KSU പ്രവർത്തകരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ സന്ദർശിച്ചു. വിയ്യൂരിലെത്തിയാണ് പ്രവർത്തകരെ ഷാഫി പറമ്പിൽ സന്ദർശിച്ചത്. പോലീസിന്റെ പണിയല്ല, പാർട്ടിയുടെ പണിയാണ് എടുക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. വടക്കാഞ്ചേരി SHO ഷാജഹാനെ സ്ഥലം മാറ്റി സംരക്ഷിച്ചുള്ള സർക്കാർ നടപടിയല്ല വേണ്ടതെന്നും അതിക്രമം കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തു മാത്രമല്ല, ഈ മുഖം മൂടി അണിയിച്ച് കയ്യാമം വെച്ച് തീവ്രവാദികളെ പോലെ, രാജ്യദ്രോഹികളെ പോലെ, അവരെ കൊലപാതക കേസിലെ പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക. ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 7 മാസത്തിൽ 60 ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ 7 മാസത്തിൽ 60 ദിവസം പരോള്. എന്നിട്ട് ആ കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 2 എണ്ണം വീശാനും ടച്ചിങ്സിന് ചിക്കനും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖംമൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വിരിക്കുന്നത്. അവരുടെ ഉള്ളിലെ മുഖം പോലീസിൻ്റെ അല്ല. അവരുടെ ഡ്രസ്സ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടി പണിയാണ്. CPM പണി, പാർട്ടി പ്രവർത്തനം നടത്തുകയാണ് പോലീസ് വേഷത്തിൽ. പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ. സർക്കാരിൻ്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം AKG സെൻറ്ററിലും പാർട്ടി ഓഫീസുകളിലും ഈ വകുപ്പിനെ ഗുണ്ടകളാണ് നയിക്കുന്നത്. പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. തീർത്തും ഏകപക്ഷീയമായ, ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മുഖം മൂടി അണിയിച്ചവനെ, കയ്യാമം വെച്ചവനെ, അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല. സുജിത്തിനെ മർദ്ദിച്ച സ്റ്റേഷനിൽ SHO ഇയാൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇപ്പം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുന്നവരെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല, പിരിച്ചുവിട്ട് ശിക്ഷിക്കുകയാണ് സർക്കാർ ആർജവമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഈ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇല്ലെങ്കിൽ, CPMൻ്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അവർക്ക് പറ്റുമെങ്കിൽ അയാളെ പിരിച്ചുവിടുകയാണ് വേണ്ടത്, അല്ലാതെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല വേണ്ടത്. പോലീസ് മർദ്ദനമേറ്റ് തൃശൂർ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജിജേഷിനെയും MP സന്ദർശിച്ചു. വടക്കാഞ്ചേരി SHO ഷാജഹാനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് DCC സെക്രട്ടറിമാരായ K. അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, PJ രാജു എന്നിവർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് ഷാജഹാനെ സ്ഥലം മാറ്റി മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഈ നടപടി നാടകമാണെന്നും DCC സെക്രട്ടറിമാർ പറഞ്ഞു. അതിനെ തുടർന്നുണ്ടായിരുന്ന അറസ്റ്റും കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവരെ തീവ്രവാദികളെ പോലെ തലയിൽ കറുത്ത തുണിയിട്ട് വിലങ്ങ് വെച്ച് കോടതിയിലേക്ക് കൊണ്ടുവന്നതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9-ാം തീയതി മുതൽ തുടങ്ങിയ സമരം വടക്കാഞ്ചേരിയിലേത്. കുന്നംകുളത്ത് പോലീസിന്റെ മർദ്ദനത്തിനിരയായ കാണിപ്പയ്യൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത്ത് വിവാഹിതനായി. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി തൃഷ്ണയാണ് വധു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട് നടന്നത്. മുൻ MP TN പ്രതാപൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഗുരുവായൂരിലുണ്ടായിരുന്നു. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. കോലയിൽ അബൂ താഹിർ, മടപ്പൻ വീട്ടിൽ ഹിലാൽ, കല്ലിങ്ങൽ ഷാമിൽ, ഇളയടത്ത് ഷുഹൈബ് എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമൽ, SIമാരായ ശരത് സോമൻ, ഫൈസൽ, ASI അൻവർ സാദത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 1-ാം പ്രതി ആലുങ്ങൽ സൽമാൻ ഫാരിസ് സ്ഫോടനത്തിനിടെ കൈക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് യുവാക്കൾ ലൈറ്റ് ഹൌസിന് മുകളിൽ ഗുണ്ട് പൊട്ടിച്ച് പരിഭ്രാന്തി പരത്തിയത്. പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ഏങ്ങണ്ടിയൂരിൽ മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ച് വീണ് അച്ഛൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ മണപ്പാട് മോങ്ങാടി വീട്ടിൽ 71 വയസ്സുള്ള രാമുവാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മദ്യലഹരിയിലെത്തിയ രാകേഷ്
അച്ഛൻ ദാമുവുമായി വഴക്കിട്ടു. അച്ഛനെ പിടിച്ച് തള്ളിയതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ചു വീണ് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. സംഭവ സമയം രാമുവും രാകേഷും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തലയിടിച്ച് വീണതിനെ തുടർന്ന് രാമുവിന് അനക്കമില്ലാതായതോടെ ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്ന അമ്മ ശകുന്തളയെ രാകേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് ശകുന്തളയെത്തി രാമുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. വധശ്രമം ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രാകേഷ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO NB ഷൈജു, SI മുഹമ്മദ് റാഫി, CPOമാരായ സുരേഖ്, അമൽ, റിഷാദ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV തൃപ്രയാർ. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി. അരമണിക്കൂറോളം വാഹന ഗതാഗതം സ്തംഭിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് പത്തടി പാലത്ത് ആന നിലയുറപ്പിച്ചത്. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുന്ന KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇരുഭാഗത്തുമായി കുടുങ്ങിക്കിടന്നു. ഷോളയാർ റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ആനയെ തിരികെ കാട്ടിലേക്ക് വിട്ടത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് കബാലി വീണ്ടും രംഗത്തെത്തുന്നത്. സാധാരണ മദപ്പാടുള്ള വേളയിലാണ് കബാലി റോഡിലിറങ്ങി കുസൃതി കാണിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ മദപ്പാടിന്റെ ലക്ഷണങ്ങളില്ലെന്ന് മലക്കപ്പാറ റൂട്ടിലെ സ്ഥിരം യാത്രക്കാരായ ബസ് ലോറി ഡ്രൈവർമാർ പറയുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിക്കായി ചേർത്തല സ്വദേശി അനുരാഗ് എത്തി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷിന് മുൻപാകെ അനുരാഗ് ജോലിക്ക് ചേർന്നു. BCom കഴിഞ്ഞ് 6 മാസത്തെ അക്കൗണ്ടന്റ് കോഴ്സ് പാസ്സായി എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു അനുരാഗ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിയമിച്ചിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനക്കാരനും MA-കാരനുമായിരുന്ന ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ബാലുവിന് പൊതുവിഭാഗത്തിലായിരുന്നു നിയമനം ലഭിച്ചിരുന്നത്. പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നും വരുന്ന അനുരാഗ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗം തന്നെയാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്നയാൾക്ക് ജോലിയിൽ പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു. അനുരാഗിനെ അഭിനന്ദിക്കാനും പിന്തുണ അറിയിക്കാനും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംഘടനാ നേതാക്കളും പ്രവർത്തകരും ദേവസ്വം ഓഫീസിലെത്തിയിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇത്ര യോഗ നടപടി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജോലി കയറാൻ പറ്റുമെന്ന് വിചാരിച്ചതാണ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിയുടെ T-Martൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വീണ്ടും വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ യുവതിയെ അപമാനിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. അരിക്കാട്ട് പറമ്പിൽ ഹിരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പനി മൂലം ചികിത്സയ്ക്കായി എത്തിയ യുവതിയെ ആശുപത്രി ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച പ്രതി സഹായിക്കാമെന്നേറ്റു. OP ടിക്കറ്റ് എടുത്തു തരാമെന്നും വിശ്രമിക്കാനും പറഞ്ഞു. യുവതി മുകളിലെ നിലയിൽ പോയി വിശ്രമിക്കുമ്പോൾ പ്രതി യുവതിയെ കയറി പിടിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ബസ് യാത്രയ്ക്കിടെ യുവതിയെ അപമാനിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ഏങ്ങണ്ടിയൂർ പഴയടത്ത് വീട്ടിൽ മുരളീധരനാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാത്രി ഗുരുവായൂർ പറവൂർ KSRTC ബസ്സിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ പിന്നിൽ നിൽക്കുകയായിരുന്ന പ്രതി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സ്പർശിച്ച് അപമാനിച്ചുവെന്നാണ് കേസ്. അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്നും യുവതി വാടാനപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അന്നമനട പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ സമരത്തിൽ UDF പാർലമെന്ററി പാർട്ടി നേതാവ് KK രവി നമ്പൂതിരി അധ്യക്ഷനായി. KA ഇക്ബാൽ, ടെസി ടൈറ്റസ്, CK ഷിജു, ലളിത ദിവാകരൻ, ആനി ആൻഡു, സുനിത സജീവൻ എന്നിവർ സംസാരിച്ചു.
പോലീസ് അതിക്രമങ്ങൾക്കെതിരെ BJP സൗത്ത് ജില്ലാ കമ്മിറ്റി ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സമരക്കാരെ ഡിവൈഎസ്പി ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സൗത്ത് ജില്ലാ പ്രഭാരി MA വിനോദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KA സുരേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TV പ്രജിത്ത്, കൃപേഷ് ചെമണ്ട, അനീഷ് ചെന്താമര, ജോയ് മാതിരപ്പള്ളി, KP ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് നരനായിട്ട് ആരോപിച്ച് BJP ജില്ലാ സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പൂതക്കുളം മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ലിസി കോൺവെന്റിന് സമീപം പോലീസ് തടഞ്ഞു. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ വിദ്യാസാഗർ അധ്യക്ഷനായിരുന്നു. സന്തോഷ് ചെറാക്കുളം, KP ഉണ്ണികൃഷ്ണൻ, അഖിലാഷ്, ആർച്ച അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴി കായാമ്പൂത്ത് ബൈക്ക് തെന്നി മറിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കൊണ്ടാഴി സ്വദേശി അപ്പത്ത് വീട്ടിൽ 30 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊട്ടിപ്പാല ഇറക്കത്ത് സ്വകാര്യ ബസ് തെന്നി മാറിയ അപകടം. ബസ് പാടത്തെ മണ്ണെടുത്ത കുഴിയിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിൽ നിന്നും തെന്നിമാറിയ ബസ് റോഡിന് കുറുകെയായി നിൽക്കുകയായിരുന്നു. ബസിന്റെ പിൻവശം റോഡിന്റെ ഓരത്തുള്ള പൈപ്പിൽ തട്ടി നിന്നതിനാൽ ബസ് പാടത്തേക്ക് മറിയാതെ അപകടം ഒഴിവായി. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ബസിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. 86-ാം വയസ്സിലും നാട്ടുവഴി വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ താന്നിക്കുഴിയിൽ സോമന് വിട്ടുവീഴ്ചയില്ല. മേലൂർ പൂലാനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന സോമൻ രാവിലെ തന്നെ റോഡ് വൃത്തിയാക്കാൻ ഇറങ്ങും. രാവിലെ എഴുന്നേറ്റാൽ ആദ്യത്തെ പണി അമ്പലനട തൈക്കാട്ടുചിറ റോഡിൽ വീണുകിടക്കുന്ന പ്ലാവിലകൾ നീക്കം ചെയ്യലാണ്. ഇതിനായി ഒരുക്കിയ കമ്പിയിൽ കുത്തിയെടുക്കുന്ന കരിയിലകൾ ഒരിടത്ത് കൂട്ടിയിട്ട് കത്തിക്കും. 1/2 കിലോമീറ്ററോളം നീളുന്ന റോഡിന്റെ ഇരുഭാഗത്തുമുള്ള മതിലുകളും വെടിപ്പായി ഇരിക്കണമെന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ തൊഴിലാളിയായിരുന്ന സോമന് നിർബന്ധം. പൂപ്പലുകളും ഇത്തിൽക്കണ്ണികൾ പോലുള്ള ചെടികളും നീക്കം ചെയ്ത് ശുചീകരിക്കും. 6 വർഷമായി തുടരുന്ന സേവനത്തിന് പരിസരത്തുള്ളവർ പലപ്പോഴും സഹായം നൽകാൻ തുനിഞ്ഞു. സ്നേഹവാക്കുകളോടെ അതെല്ലാം നിരസിച്ചു. ഇതൊക്കെ സേവനമാണെന്ന് സോമൻ പറയുന്നു. ഇതിപ്പോൾ ഒരു 6 വർഷമായി ഞാൻ ഇവിടെ വന്ന പിന്നെ തുടങ്ങിയിട്ട്. അത് ചിലപ്പോൾ രാവിലെ 6 മണി 5:30 തുടങ്ങും. അത് ശരി. രാവിലെ ഞാൻ എണീറ്റ് വരുമ്പം ചൂലും കൊണ്ടേ വരുള്ളൂ. ഉമ്മറും അടിച്ച് ഇങ്ങോട്ട് കയറി അങ്ങേ അറ്റത്തൊന്നും പണിയും തുടങ്ങും. ചാലക്കുടിയിലെ ചുമട്ട് തൊഴിലാളിയായിരുന്ന മകൻ അനിരുദ്ധന്റെ മരണം സോമന്റെ മനസ്സിന് ഇന്നും തീരാ നോവാണ്. മരുമകളോടും പേരക്കുട്ടിയോടുമൊപ്പമാണ് തൈക്കാട്ടുചിറ റോഡിൽ താമസിക്കുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. ചൊവ്വല്ലൂർ ശിവക്ഷേത്ര വാദ്യ പഠനശാലയിൽ അഭ്യസിച്ച കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. ചൊവ്വല്ലൂർ സുനിൽകുമാർ നേതൃത്വത്തിൽ അഭ്യസിച്ച 21 പേരുടെ അരങ്ങേറ്റമാണ് ചൊവ്വല്ലൂർ ശിവക്ഷേത്ര സന്നിധിയിൽ നടന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭൂരഹിതരായ പട്ടികജാതിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ പുനരധിവസിപ്പിക്കുന്നതിനായി നടത്തിയ ഭൂമി ഏറ്റെടുക്കലിൽ LDF-ഉം UDF-ഉം ചേർന്ന് അഴിമതി നടത്തിയതായി BJP നേതാക്കൾ ആരോപിച്ചു. ഉപയോഗയോഗ്യമല്ലാത്ത ഭൂമി വലിയ വില നൽകി വാങ്ങിയതിന് പിന്നിൽ കൂട്ടുകച്ചവടമാണ് നടന്നത്. 1,06,10,103 രൂപയാണ് 2 ഇടങ്ങളിലായി ഭൂമി വാങ്ങുന്നതിന് നഗരസഭ ചെലവഴിച്ചത്. പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റാരോപിതരായ LDF നഗരസഭാ ഭരണസമിതിയിലെ ചെയർപേഴ്സൺമാരായ സുമ ശിവൻ, KB മഹേശ്വരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് ഭരണ സ്വാധീനത്തിന്റെ മറവിൽ മൂടിപ്പോയതായി BJP കുറ്റപ്പെടുത്തി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് BJP നഗരസഭാ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം 17 മുതൽ 20 വരെ ഉപവാസ സമരം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് വിനീത ടിങ്കു, മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ IS മനോജ്, TJ ജെമി, മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചളിയിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂരിൽ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാർക്ക് പരിക്കേറ്റു. ചെറുമനങ്ങാട് കരണംകോട്ട് സുരേഷ് ബാബു, ബന്ധു ഹൃദ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. കരിയന്നൂർ പാടത്തുള്ള മത്സ്യവിപണന കേന്ദ്രത്തിന് മുന്നിലായിരുന്നു അപകടം. സുരേഷ് ബാബു മത്സ്യവിപണന കേന്ദ്രത്തിലേക്ക് സിഗ്നലിട്ട് സ്കൂട്ടർ തിരിക്കുകയായിരുന്നു. പുറകിൽ വന്ന കാർ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിക്കുകയും യാത്രക്കാരായ സുരേഷ് ബാബുവും ഹൃദ്യയും റോഡിലേക്ക് വീഴുകയുമായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വർണ്ണവസ്ത്രത്തിൻ ലോകം കേരള വസ്ത്ര
ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പാലക്കാട് കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശി പ്രേമയെ കാണാനില്ലെന്ന് പരാതി. ശനിയാഴ്ച വീട്ടിൽ നിന്നും ഇറങ്ങിയ പ്രേമ പിറ്റേ ദിവസം പുലർച്ചെ 5 മണിക്ക് KSRTC ബസ്സിൽ കയറി ഗുരുവായൂരിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നീട് യാതൊരു വിവരവുമില്ല. ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ താഴെ കൊടുത്ത നമ്പറിലോ അറിയിക്കേണ്ടതാണ്. ഫോൺ 9048412976. കുന്നംകുളം ചാട്ടുകുളത്തിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് ഏകദേശം 70 വയസ്സ് തോന്നിക്കും. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. മരിച്ചത് തമിഴ്നാട് സ്വദേശിനിയാണെന്നാണ് പ്രാഥമിക നിഗമനം. അന്തിക്കാട് മൃഗാശുപത്രിയിൽ കൗ ലിഫ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എ അശ്വിൻ, ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് KV രാജേഷ്, സെക്രട്ടറി AM ഗായത്രി, പഞ്ചായത്ത് അംഗം ലീന മനോജ് എന്നിവർ പങ്കെടുത്തു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പഴമ്പാലക്കോട് ശാഖയുടെ നേതൃത്വത്തിൽ പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 21 വരെയാണ് യജ്ഞം നടക്കുന്നത്. മൊളേരി രഞ്ജിത്ത് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യളവള്ളി പുളിഞ്ചേരി പറമ്പിലെ ജനവാസ മേഖലയിൽ ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. മാലിന്യമൊഴുകി സമീപത്തെ വീടുകളുടെ പരിസരത്തേക്കും കിണറിലേക്കും കലരുന്ന അവസ്ഥയാണ്. മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 6 മാസമായി കാഞ്ഞാണിയിൽ ആക്സ് ആംബുലൻസ് സൗജന്യമായി സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ആളുകൾ കൂടുതലായി ആശ്രയിക്കുന്നത് സ്വകാര്യ ആംബുലൻസുകളെ. ഓക്സിജൻ സൗകര്യത്തോടെയുള്ള ആംബുലൻസാണ് ആക്സ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മണലൂർ, അന്തിക്കാട്, അരുമ്പൂർ പഞ്ചായത്തുകളിലുള്ളവർക്ക് കാഞ്ഞാണിയിലെ ആക്സ് ആംബുലൻസിന്റെ സേവനം 24 മണിക്കൂറും സൗജന്യമായി ലഭിക്കും. ഈ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടവരെ കൊണ്ടുപോകാൻ മാത്രമല്ല, അത്യാവശ്യ ഘട്ടത്തിൽ ആളുകൾക്ക് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും ഉപയോഗിക്കാമെന്ന് പ്രസിഡന്റ് BR ജേക്കബ് പറഞ്ഞു. പൂർണ്ണമായും സൗജന്യ സേവനമാണ് ആക്സിന്റെ എല്ലാ ആംബുലൻസുകളും. അപകടങ്ങളിൽ മാത്രമല്ല, അത്യാസന്ന രീതിയിൽ കിടക്കുന്ന രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും എല്ലാവിധ സൗകര്യങ്ങളും ഈ ആക്സിന്റെ ആംബുലൻസ് ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീ സർവീസാണ്. അപ്പം അതുകൊണ്ട് അത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങൾ മാക്സിമം അത് അറിഞ്ഞുകൊണ്ട് ബുക്കിംഗ് വിളിച്ച് പറഞ്ഞ് ഞങ്ങളവിടെ എത്തി അവരെ കൊണ്ടുപോകുന്നതായിരിക്കും. രോഗിക്ക് താല്പര്യമുള്ള ആശുപത്രിയിലേക്ക് സർവീസ് നടത്താനും ഇവർ സന്നദ്ധരാണ്. 6 മാസം മുൻപാണ് കാഞ്ഞാണിയിൽ ആക്സിന്റെ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നത്. ഓക്സിജൻ സൗകര്യത്തോടു കൂടിയ ആംബുലൻസ് 14 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. ഡ്രൈവറുടെ ശമ്പളവും ഡീസലും അടക്കം 60,000 രൂപയോളം പ്രതിമാസം ഇതിനായി മാറ്റിവെക്കണം. മറ്റ് നിരവധി സ്വകാര്യ ആംബുലൻസുകളും ഈ മേഖലയിലുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ 9072400404 എന്ന നമ്പറിൽ വിളിച്ചാൽ സൗജന്യ സേവനം നൽകുമെന്ന് ആക്സ് പ്രസിഡന്റ് അറിയിച്ചു. TCV തൃശൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവല്ലോമല വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം P. പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. N. രാധിക, മായ, സുമ, സുനിൽ, R. ദീപ എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ ഈ മാസം 22-ന് രാവിലെ ആരംഭിക്കും. രാവിലെ 8-ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, പെരുവനം കുട്ടന്മാരാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് KP അജയൻ, KM സുരേഷ് ബാബു, കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P. ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഇനി വാണിജ്യം. IT പരിശീലന രംഗത്തെ കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ ലൂമിനാർ ടെക്നോ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ രാഗം തിയേറ്ററിന് സമീപം പത്തായപ്പുര ബിൽഡിംഗ് 3-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ലൂമിനാർ ടെക്നോ ലാബ് തൃശൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ രാഹുൽ M. കുമാർ, ഡയറക്ടർമാരായ ടീന രാഹുൽ, OR രതീഷ്, VG സൂരജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു.
അത്യാധുനികമായ ലാബ് സൗകര്യങ്ങളോടെ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ വെറും 6 വർഷം കൊണ്ട് 8000-ലേറെ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നേടിക്കൊടുക്കുവാൻ ലൂമിനാർ ടെക്നോ ലാബിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ലൂമിനാർ ടെക്നോ ലാബ് മാനേജിംഗ് ഡയറക്ടർ രാഹുൽ എം കുമാർ പറഞ്ഞു. തൃശ്ശൂരിലൊരു ബ്രാഞ്ച് എന്നുള്ള ഞങ്ങൾ വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതായത് ഒരു വർഷം തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 5000 കുട്ടികളെ നമുക്ക് ജോലി നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് AI വിത്ത് റോബോട്ടിക്സ് അതുപോലത്തെ കോഴ്സുകൾ, അതുപോലെ ഡാറ്റാ സയൻസ്, AI, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഇങ്ങനെ നിരവധി കോഴ്സുകളിൽ അതിന് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഓൺ ടൈം ചെയ്തു പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലൂമിനാർ ടെക്നോ ലാബ്. നമ്മുടെ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, ഇവിടുത്തെ പ്ലേസ്മെന്റ് സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ വളരെ കഴിവുള്ളവരാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, ഹൈലി പ്രൊഫഷണൽ ആണ്. സോ നിങ്ങളിപ്പോൾ ഒരു ജോലി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ലൂമിനാർ ടെക്നോ ലാബ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ജാവ, സ്പ്രിംഗ്, ഫുൾ സ്റ്റാക്ക്, റോബോട്ടിക്സ് വിത്ത് AI ആൻഡ് IoT, മെയിൻ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മീൻ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ASP.NET ഫുൾ സ്റ്റാക്ക്, ഡാറ്റ സയൻസ്, പൈത്തൺ ഡി ജാങ്കോ, മെഷീൻ ലേണിംഗ് തുടങ്ങിയ കോഴ്സുകൾ ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നൽകും. ആദ്യം ചേരുന്ന 20 വിദ്യാർത്ഥികൾക്ക് ഫീസിൽ 20% ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7025 651 651. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10180 രൂപ, പവന് 81,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. മദ്യപിച്ച് റോഡരികിൽ കിടന്ന മധ്യവയസ്കന്റെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിച്ചതായി പരാതി. ഗുരുതരമായി പൊള്ളലേറ്റ തെക്കുംകര സ്വദേശി ശശിധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. CPM വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയതിൽ സന്തോഷമെന്ന പുള്ളു സ്വദേശി കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസിന്റെ പണിയല്ല, പാർട്ടിയുടെ പണിയാണ് എടുക്കുന്നതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പ്. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് തലയിടിച്ച് വീണ അച്ഛൻ മരിച്ചു. എങ്ങണ്ടിയൂർ സ്വദേശി രാമുവാണ് മരിച്ചത്. മകനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിലിറങ്ങി. അരമണിക്കൂറോളം വാഹന ഗതാഗതം സ്തംഭിച്ചു. 4 മാസങ്ങൾക്ക് ശേഷമാണ് കബാലി വീണ്ടും രംഗത്തെത്തുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ KS അനുരാഗ് ചുമതലയേറ്റു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ നിയമനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് അനുരാഗ് ചുമതലയേറ്റത്. അനുരാഗിന് പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.